ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ കട്ടകെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രണ്ടിലത്തെ 4 പില്ലറിൻ്റെ തൊട്ട് മുകളിലായിട്ട് തട്ടടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ തട്ടടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീടിനകത്തൊന്നും ജിപ്സം ബോർഡിൻ്റെ വർക്കില്ല. അപ്പോൾ ജിപ്സം ബോർഡിൻ്റെ വർക്കില്ലാത്തത് കാരണം നമുക്ക് ഇപ്പോൾ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള വയറിങ്ങും പരിപാടിയൊക്കെ ഇപ്പോഴേ തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യനോട് പറഞ്ഞു കൊടുക്കണം. സോ ആ പില്ലറിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു സ്ലാബിനകത്ത് നമ്മൾ സ്പോട്ട് ലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ജംഗ്ഷൻ വന്ന് സെറ്റ് ചെയ്യുകയാണ് നമ്മളുടെ ഇലക്ട്രീഷ്യൻ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ വാർപ്പ് സമയമായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള വയറിങ് വൈഫൈയുടെ, ക്യാമറയുടെ, പിന്നെന്താ പറയുക, സോളാറിൻ്റെ, ഇൻവെർട്ടറിൻ്റെ, പിന്നെ പുറത്തുനിന്ന് പോകുന്ന കേബിളിൻ്റെ എല്ലാത്തിൻ്റെയും കൺസൾട്ട് ആക്കാനുള്ള സെറ്റപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലത്തെ ടെക്നോളജി ഒന്നും അല്ലല്ലോ. പണ്ടെന്ന് പറയുമ്പോൾ പലക അടിച്ചിട്ടുള്ള ഫുള്ള് സെറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ജാക്കി സ്പാൻ ഷട്ടർ ഹോൾഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വഴിയൊക്കെയാണല്ലോ നമ്മൾ എന്താ പറയുക കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ മെയിൻ വാർപ്പ് പരിപാടിയൊക്കെ ഉണ്ടാവും, ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എനിവേ ഇപ്പം എന്തായാലും വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. കാരണം നല്ല മഴ തരുന്നുണ്ട് ദൈവം. രാവിലെ ആകുമ്പോൾ നല്ല ചൂട് തരുന്നുണ്ട്. സോ അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന ചടങ്ങ് ഇപ്പം പ്രത്യേകിച്ച് ഇല്ലെന്ന് പറയാം. അതുകൊണ്ട് കട്ടയൊക്കെ നല്ല കുതിർന്ന് കിടക്കുകയും ചെയ്യും, നല്ല വൃത്തിയായിട്ട് നല്ല ഉറയ്ക്കുകയും ചെയ്യും തറയൊക്കെ. സോ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യൻ താണ്ട ആ ഫ്രണ്ടിലുള്ള മുകളിൽ തട്ടടിച്ചേക്കുന്നിടത്ത് ജനിച്ചിടാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബാൽക്കോടെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താ പറയുക, എൽഇസിൻ്റെ ലൈറ്റ്സൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെല്ലാം ബാക്കി വരുന്നത് പോലെ. ഓക്കെ ഗൈസ്, താങ്ക് യു.